വാർത്തകളുടെ ജനാധിപത്യ വേദിയാകും 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നു. സമാനതകളില്ലാത്ത ഈ ഉദ്യമത്തെക്കുറിച്ച് മന്ത്രിയും ഏറെ പ്രതീക്ഷയിലാണ്. ഈ മാസം 28-ാം തീയതി കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നടക്കുക. ഒരുപക്ഷേ ലോക ടെലിവിഷനിൽ ഇത് ആദ്യ സംഭവം. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കാൻ 24 ഒരുങ്ങുമ്പോൾ പൂരങ്ങളുടെ നാട്ടിലും ആവേശം കൊട്ടിക്കയറുകയാണ്. സമ്മേളനത്തിന് ദിവസങ്ങൾ ശേഷിക്കെ ആകാംക്ഷ പങ്കുവയ്ക്കുകയാണ് മന്ത്രി കെ രാജൻ. എങ്ങനെയായിരിക്കും ആദ്യത്തെ പ്രേക്ഷകരുടെ ഒരു സംസ്ഥാന സമ്മേളനം, അതിൻ്റെ അജണ്ട തീരുമാനിക്കുക? എങ്ങനെയായിരിക്കും പ്രേക്ഷകരുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം, അതിൻ്റെ നടപടികൾക്ക് നേതൃത്വം നൽകുക? എന്തൊക്കെയായിരിക്കും പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം, ഇദംപ്രദമായി നടക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനം, അതിൻ്റെ നിലപാടുകൾ എടുക്കുക, പ്രമേയങ്ങൾ പാസ്സാക്കുക, നടപടിക്രമങ്ങൾ ഉണ്ടാക്കുക? ഇക്കാര്യമൊക്കെ 24 അതിൻ്റെ പ്രേക്ഷകരുടെ ആദ്യ മാധ്യമ സമ്മേളനം നടത്തുന്നു എന്ന് കേട്ട മുതൽ മനസ്സിൽ അങ്കുരിക്കുകയാണ്. കേൾക്കുന്നവർക്ക് കൂടി ചിലതു പറയാൻ അവസരം നൽകുന്നത് ജനാധിപത്യമെന്ന് മന്ത്രി. വാർത്തകൾ ചുമതല കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തൽ. മന്ത്രി കെ രാജൻ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണമെന്നാണ് 24-ന് പറയാനുള്ളത്. രാജൻ്റെ ഒരു പേഴ്സണൽ ശ്രദ്ധയും ഈ കാര്യത്തിൽ വേണം. അതുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ. 24-ന്റെ വാർത്താ ഇടപെടലുകളിൽ പലപ്പോഴും മന്ത്രി ഒപ്പം നിന്നിട്ടുണ്ട്. 24-ലെ വാർത്തകൾ പലപ്പോഴും ഞങ്ങൾക്ക് ചെയ്യേണ്ട ചില ചുമതലകൾ കൂടി ഏൽപ്പിക്കാറുണ്ട്. എൻ്റെ മണ്ഡലത്തിലെ നടത്തറ പഞ്ചായത്തുകാരിയായിട്ടുള്ള ഒരു രജിതയുടെ വാർത്ത ശ്രദ്ധിക്കപ്പെട്ടത് ശ്രീകണ്ഠനായ SK അവതരിപ്പിച്ച ഒരു വാർത്താ ശകലത്തിൽ നിന്നാണ്. സത്യത്തിൽ ആ വാർത്ത കാണുമ്പോൾ ഉണ്ടായിരുന്നൊരു പ്രയാസം ചെറുതായിരുന്നില്ല. ഞാൻ അടിയന്തരമായി തിരുവനന്തപുരത്തോട്ട് തിരിക്കാനിരിക്കുകയായിരുന്നു. എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള ജിതിനെ ഇവിടെ തന്നെ നിർത്തി. ആ പ്രശ്നം തിരിച്ചെത്തുന്നതിന് മുമ്പ് പരിഹരിക്കാനായത് അങ്ങനെ ഒരു വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ്. പ്രേക്ഷകരുടെ ആദ്യ സമ്മേളനത്തിന് മന്ത്രിയുടെ ആശംസ. എന്തായാലും ഈ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആകാംക്ഷയോടെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തെ കാണുന്നത്, അതിൻ്റെ അജണ്ട കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി രേഖപ്പെടുത്തുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. 24 തൃശൂർ.